ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ ആണ്. അപ്പോൾ റിയാക്ഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സപ്പോർട്ട് റിയാക്ഷനിൽ നമുക്ക് വരുന്നത് മെയിൻലി ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ബീം അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്. നിങ്ങൾ പെട്ടെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിഡ്ജ്. അപ്പൊ ബ്രിഡ്ജ് നിൽക്കുന്നത് ചില ബ്രിഡ്ജുകൾക്ക് ബോട്ടം സപ്പോർട്ടിലാണ്, രണ്ട് എൻഡിൽ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ബ്രിഡ്ജിന് എക്സാമ്പിൾ പറഞ്ഞു. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ നമ്മുടെ കോളേജിൽ തന്നെ നമ്മുടെ ചുവട് റൂമിന്റെ മുമ്പിലൊക്കെ വരുമ്പോൾ ഒരു നെയിം ബോർഡ് നിങ്ങൾ ഹാങ് ചെയ്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. ആ നെയിം ബോർഡ് നമ്മൾ വാളിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതും ആ നെയിം ബോർഡ് നമ്മൾ സപ്പോർട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പല ടൈപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് സപ്പോർട്ടിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സപ്പോർട്ട് വാളിന് അല്ലെങ്കിൽ സപ്പോർട്ടിൽ നമുക്ക് വരുന്ന റിയാക്ഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പല ടൈപ്പ് സപ്പോർട്ട് നമുക്ക് പഠിക്കാനായിരിക്കും. സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന റിയാക്ഷൻസും നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യേണ്ടി വരും. അഗൈൻ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. 3 കണ്ടീഷൻസ്: സിഗ്മ എഫ് എക്സ് ഈക്വൽ 0, സിഗ്മ എഫ് ഐ ഈക്വൽ 0, സിഗ്മ എം ഈക്വൽ 0. 3 കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ഇപ്പോൾ ഫ്രിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈസി ടോപ്പിക് ആയിട്ടാണ് എല്ലാവരും സപ്പോർട്ട് റിയാക്ഷൻ പറയാറ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് സപ്പോർട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ ടു ബീം ടൈപ്സ് ഓഫ് സപ്പോർട്ട്. നമുക്ക് ആദ്യം വരുന്ന സപ്പോർട്ടാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഉണ്ട്, വേറൊരു ടേബിൾ ഉണ്ട്. ഈ 2 ടേബിളിന്റെയും ടോപ്പിൽ ഞാനൊരു ബീം വെച്ചു, അല്ലെങ്കിൽ ഒരു റോഡ്, നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചു. നിങ്ങളുടെ ഫ്രണ്ടിൽ 2 ബുക്ക് ഉണ്ട്. ആ ബുക്ക് നിങ്ങൾ ടേബിളിന്റെ മുകളിൽ വെച്ചു. ഒരു ബുക്കിന്റെ മുകളിൽ വേറെ ബുക്കിന്റെ മുകളിൽ സ്കെയിൽ വെച്ചു. ഓക്കെ, സോ ദ സ്കെയിൽ ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. അപ്പൊ സ്കെയിൽ എന്താ, ബുക്കിന്റെ മുകളിൽ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ആ ബുക്ക് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ് ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കാം? ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കയറ്റി വെച്ചു. ഒരാള് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നടന്നു പോകണം. ഒരു ബീമാന്ന് ചോദിച്ചാൽ ബീമിന്റെ മുകളിൽ നടന്നു പോകുമ്പോൾ ഇറ്റ് വിൽ ഓഫർ എ റിയാക്ഷൻ, അപ്വേർഡ് റിയാക്ഷൻ ഓഫർ ചെയ്യും. ആ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ബുക്കിന്റെ മുകളിലാണ് നമ്മൾ സ്കെയിൽ വെച്ച്, സ്കെയിലിന്റെ മുകളിൽ നമ്മളൊരു നമ്മുടെ മൊബൈൽ കയറ്റി വെച്ചു. അപ്പോൾ ദ ബുക്ക് വിൽ ഓഫർ എ അപ്വേർഡ് റിയാക്ഷൻ. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതായത് നമ്മളൊരു 2 ബുക്ക് എടുത്തു, 2 ബുക്കിന്റെ മേലെ സ്കെയിൽ വെച്ചു, സ്കെയിലിന് മേലെ നമ്മളൊരു മൊബൈൽ കയറ്റി വെച്ചു. വേറെ ഒന്നും ഉണ്ടായില്ല. കാരണം മൊബൈലിന്റെ ലോഡ് ഈ 2 പോയിന്റിലും ബുക്ക് റെസിസ്റ്റ് ചെയ്തു. അതാണ് ഉണ്ടായത്. ഓക്കെ, നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ ഓഫർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ബുക്ക് ഉണ്ട്, സ്റ്റീൽ റോഡ് സ്കെയിൽ ഉണ്ട്. വി ആർ ട്രൈങ് ടു ലിഫ്റ്റ് ദ ബീം ഫ്രം ദ ബോട്ടം. ആ സ്കെയിലിന് ഞാൻ ഇവിടെ പിടിച്ചിട്ട് അപ്വേർഡ് പിടിച്ചിട്ട് പുള്ളി ചെയ്യാൻ നോക്കണം. എന്തുണ്ടാവും? ഫ്രീ ആയിട്ട് നമുക്ക് അവിടുന്ന് ബുക്കിന്റെ മുകളിൽ നിന്ന് സ്കെയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ബുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഓഫർ ചെയ്തോ? ബുക്ക് റിയാക്ഷൻ ഒന്നും ഓഫർ ചെയ്തില്ല. ബുക്ക് റിയാക്ഷൻ ഒന്നും ഓഫർ ചെയ്യില്ല. കാരണം അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സ്കെയിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടി. ദാറ്റ് മീൻസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിൽ ഓഫർ vertically upward reaction, but it will not offer vertically downward reaction ഒന്നും ഓഫർ ചെയ്യില്ല. vertically downward reaction ഓഫർ ചെയ്താലല്ലേ അവിടെ നമുക്ക് ആ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓഫർ ചെയ്യില്ല. മനസ്സിലായി? ഇനി അടുത്തത്, നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു പുഷ് ദ സ്റ്റീൽ റൂൾ. ഒരു സൈഡിൽ നിന്ന് സ്റ്റീൽ റൂളിനെ പതുക്കെ തള്ളി മൂവ് ചെയ്യും. ചെറിയ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും, എന്നാലും അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഈ ബുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഓഫർ ചെയ്യില്ല. ബുക്ക് അതിൽ കാര്യമായിട്ട് റിയാക്ഷൻ ഒന്നും ഓഫർ ചെയ്യില്ല. ഫ്രിക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് എടുത്തില്ല ചെയ്യും. ഫ്രിക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് എടുത്തില്ലെങ്കിൽ ബുക്ക് ഇതിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനും ഒരു റിയാക്ഷനും ഓഫർ ചെയ്യില്ല. അപ്പോ ദ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിൽ നോട്ട് ഓഫർ എനി ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ സിംപ്ലി സപ്പോർട്ട് ബീം എന്താ? ഒരു ഒബ്ജക്റ്റ് എന്തിനെങ്കിലും മുകളിൽ വെറുതെ വെച്ചു, സിംപ്ലി പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് സിംപ്ലി പ്ലേസ്ഡ് ഓൺ ദ സപ്പോർട്ട് and the support offer a reaction in the vertically upward direction. Vertically upward direction മാത്രമാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ റിയാക്ഷൻ നമുക്ക് വരിക. സിമ്പിൾ സപ്പോർട്ട് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം, SSB എന്ന് നമ്മൾ പറയാറുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സിമ്പിൾ സപ്പോർട്ട്, 2 പേരിലും പറയാറുണ്ട്. അപ്പൊ നമ്മൾ അതിൽ വരുന്ന റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കണം.
ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുള്ളൂ, the beam is simply supported over the between 2 points അങ്ങനെ പറയും. A beam is simply supported between 2 points പറഞ്ഞാൽ ആ രണ്ട് പോയിന്റിൽ നമുക്ക് vertically upward reaction മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ simply supported എന്ന് പറഞ്ഞാൽ you will have only vertically upward reaction. അതാണ് ആദ്യത്തെ നമ്മുടെ സപ്പോർട്ട്, simply support. രണ്ടാമത്തെ സപ്പോർട്ടാണ് റോൾ ഓഫ് സപ്പോർട്ട്. ഓക്കെ, രണ്ടാമത്തെ സപ്പോർട്ടാണ് റോൾ ഓഫ് സപ്പോർട്ട്. ഈ റോൾ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ വെച്ച ഈ ബീം ഉണ്ടല്ലോ, ഈ സിംപ്ലി സപ്പോർട്ട് ബീം, അതിന്റെ ബോട്ടം പോർഷനിൽ കുറച്ച് ബോളുകൾ നമ്മൾ ആഡ് ചെയ്യണം. എന്തിനാ നമ്മൾ ബോൾ ആഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുമോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നോർമലി സിംപ്ലി സപ്പോർട്ട് ബീം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ വേണമെങ്കിൽ വരാം, there may be a chance of friction. If the support is roller type, അതിന്റെ ഒരു ബോൾസ് ആണെങ്കിൽ അഗൈൻ ഞാൻ ഇതിന്റെ മുകളിൽ ആരെങ്കിലും കയറുന്നു, ബോൾ അങ്ങോട്ടൊന്നും മൂവ് ചെയ്യും ഇല്ല. കറക്റ്റ് വെർട്ടിക്കൽ ലോഡ് ആണെങ്കിൽ ബോളിന് കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും വരില്ല. ലോഡ് എന്തെങ്കിലും ഇൻക്ലൈൻഡ് ഒക്കെ ആണെങ്കിൽ ലോഡിന് ബോളിന് ചെറിയ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അതായത് രണ്ടാമത്തെ ടൈപ്പ് സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. രണ്ടാമത്തെ ടൈപ്പ് സപ്പോർട്ടാണ് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു അടിയിൽ കുറച്ച് ബോളുകൾ വെച്ചു അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറെ ടി വി സ്റ്റാൻഡ്, പഴയ ടി വി സ്റ്റാൻഡിലൊക്കെ അടിയിൽ റോളേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും ഉന്തിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്താലേ അത് മൂവ് ചെയ്യും. വെർട്ടിക്കലി അതിന്റെ മുകളിൽ നമ്മൾ ടി വി കയറ്റിയേക്കാം, ചിലപ്പോ സ്റ്റെബിലൈസർ കയറ്റിയേക്കാം, എന്ത് വേണമെങ്കിൽ കയറ്റിയേക്കാം, അത് മൂവ് ചെയ്യൊന്നുമില്ല. അതാണ് റോളർ സപ്പോർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീം, രണ്ടാമത്തെ റോളർ സപ്പോർട്ട്. ഈ രണ്ടിനും നമുക്ക് വരുന്ന റിയാക്ഷൻസ് വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വെർട്ടിക്കലി അപ്വേർഡ് എന്നല്ല, ഏത് സർഫസിലാണോ റോളർ ഇരിക്കുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഓഫർ ചെയ്യുക. റിയാക്ഷൻ എപ്പോഴും റസ്റ്റ് ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിലും റോളർ സപ്പോർട്ട് ആണെങ്കിലും എവിടെയാണോ റസ്റ്റ് ചെയ്യുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻസ് ഓഫർ ചെയ്യും. ഓക്കെ, നമുക്ക് സിംപ്ലി സപ്പോർട്ടിന് വേറൊരു ഇത് പറയാം, ഇൻക്ലൈൻഡ് സർഫസിലാണ് ഇരിക്കുന്നത് ബോഡി. ഇൻക്ലൈൻഡ് സർഫസിലാണ് ബോഡി ഇരിക്കുന്നത്. എങ്ങനെയാണ് റിയാക്ഷൻ വരിക? റിയാക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതും സിംപ്ലി സപ്പോർട്ടർ ആണ്, വേറെ ഫോഴ്സുകളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ റിയാക്ഷൻ എപ്പോഴും സിംപ്ലി വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ബട്ട് നമ്മൾ ഒരിക്കലും ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇങ്ങനെ ഇൻക്ലൈൻഡ് സർഫസിൽ കാണിക്കാറില്ല. സിംപ്ലി സപ്പോർട്ട് ബീം ഒരിക്കലും ഇൻക്ലൈൻഡ് സർഫസിൽ കാണിക്കാറില്ല. സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് ബ്ലോക്കിന്റെ മേലെ കയറ്റിയൊക്കെ തന്നെയാണ് സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരിക്കലും അങ്ങനെ കാണിക്കാറില്ല, ബട്ട് ദിസ് ഈസ് ഓൾസോ സിംപ്ലി സപ്പോർട്ട് ബീം ഓഫർ വെർട്ടിക്കൽ റിയാക്ഷൻ. ഈ വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റസ്റ്റ് ചെയ്യുന്ന സർഫസിന് വെർട്ടിക്കൽ ആയിരിക്കും. റോളർ സപ്പോർട്ടിന് അതേപോലെ തന്നെ റസ്റ്റ് ചെയ്യുന്ന സർഫസിന് വെർട്ടിക്കൽ ആയിരിക്കും. റോളർ സപ്പോർട്ടിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. റോളർ പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് സർഫസ്, രണ്ട് സൈഡിലും റോളർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ബീമിന്റെ ഇതൊരു ബീമാണ്, ബീമിന്റെ ടോപ്പിലും റോളർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ബോട്ടത്തിലും റോളർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇവിടെയും റിയാക്ഷൻസ് വരും, ഇവിടെയും റിയാക്ഷൻ വരും. റോളർ വന്നാല് അത് നോക്കിയാൽ മതി, നിങ്ങൾ വെറുതെ ആലോചിച്ച് വെക്കുക എന്തൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആലോചിച്ച് വെക്കാൻ മതി. ഓക്കെ, ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യണോ ആ ഡയറക്ഷനിൽ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ ഡയറക്ഷൻ മൂവ്മെന്റ് ഫ്രീ ആണോ ആ ഡയറക്ഷനിൽ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കില്ല. അത്ര ആലോചിച്ചാൽ മതി എങ്ങനെ എവിടെയൊക്കെയാണ് റിയാക്ഷൻസ് വരിക എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രണ്ട് ബുക്കുകൾ അതിന്റെ മുകളിൽ സ്കെയിൽ വെച്ചാലാണത് സിംപ്ലി സപ്പോർട്ട് ബീം. ഓക്കെ, ആ ബുക്കിന്റെ മുകളിൽ രണ്ട് പേന വെച്ചു, ആ പെന്നിന്റെ മേലിൽ സ്കെയിൽ വയ്ക്കാൻ കോൾഡ് റോൾ ഓഫ് സപ്പോർട്ട് ബീം. ഓക്കെ, ഇപ്പൊ രണ്ട് ടൈപ്പ് സപ്പോർട്ട് പഠിച്ചു, സിംപ്ലി സപ്പോർട്ടും റോൾ സപ്പോർട്ട്. ഇനി മൂന്നാമത്തെ നമുക്ക് പറയുന്നതാണ് പിൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഈ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോർ ആണ് നമ്മുടെ ഹിഞ്ച്ഡ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഡോർ നമുക്ക് ഒരിക്കലും വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് വെക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ധനുഷ്കോടി പോകുമ്പോ പാമ്പൻ പാലം എന്ന് കേട്ടില്ലേ? പാമ്പൻ പാലം എങ്ങനെ, അതൊരു കോൺക്രീറ്റ് ബ്രിഡ്ജ് ആണ്. ആ പാമ്പൻ പാലത്തിൽ കൂടെ പോകുമ്പോ നമുക്ക് ഒരു റെയിൽവേ ബ്രിഡ്ജ് കാണാം. ആ റെയിൽവേ ബ്രിഡ്ജ് വന്നാല് അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജ് ആണ്. ഓപ്പൺ
ഓപ്പണിംഗ് ക്ലോസിംഗും പോസിബിൾ ആയിട്ടുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജ് ആണ്. അതായത് ഒരു ബ്രിഡ്ജ് അതിന്റെ രണ്ടെണ്ണിലും മോട്ടറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഷിപ്പ് വരുന്ന സമയത്ത് ഈ ബ്രിഡ്ജിങ് ഈ സൈഡ് ഇങ്ങോട്ടും ഈ സൈഡ് ഇങ്ങോട്ടും ഓപ്പൺ ആവും. ഒരു ഷിപ്പ് അതിന്റെ ഇടയിൽ കിടക്കും. അല്ലാത്ത സമയത്ത് അതിനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് ട്രെയിൻ പോകാവുന്ന മോഡലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് അപ്പോ ഈ ജോയിന്റ്, ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ജോയിന്റ് നമ്മൾ പറയുന്നതാണ് ഹിഞ്ച്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ഡോറിന്റെ ഡോറെന്ന് ആലോചിച്ചാൽ മതി. ഡോറ് നിലത്ത് കടത്തി വെച്ചേക്കുന്ന മോഡല് ഡോറാന്ന് ആലോചിച്ചാൽ മതി. ഇനി ഈ ഡോറിന്റെ മുകളിൽ ഞാൻ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്തു, താഴേക്ക് മൂവ് ചെയ്യും? ഇല്ല, അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അത് ഫിക്സ് വെച്ചുകൊണ്ട് റിയാക്ഷൻ വരും. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലോഡ് അപ്ലൈ ചെയ്തു, മൂവ് ചെയ്യോ? ഇല്ല, കാരണം ഇവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അതിനെ റെസ്ട്രിക്ട് ചെയ്യും. അപ്പോ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഓഫർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പൊ ഒരു ബീമിന്റെ ഒരു എൻഡ് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ആ എൻഡിൽ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷനും വരും, വെർട്ടിക്കൽ റിയാക്ഷനും വരും. നമ്മൾ 3 ടൈപ്പ് ബീം പഠിച്ചു. ആദ്യത്തെ ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇറ്റ് വിൽ ഓഫർ ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻ. സെക്കൻഡ് ബീം ആണ് roller beam, it will offer only vertical reaction. And third beam is the hinged beam. Hinged beam offer both horizontal and vertical reaction. Hinged beam ne horizontal vertical reaction offer ചെയ്യാനുള്ള capability ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇത് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് എഴുതാം. Simply support ആയിട്ട് only vertical reaction, roller support both again only vertical reaction, hinged support both horizontal and vertical reaction. 3 ടൈപ്പ് ബീമുകൾ കഴിഞ്ഞു. ഇനി നാലാമത്തെ ബീം എന്ന് പറയുന്നത്, ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഇതിൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ രണ്ടിനും റിയാക്ഷൻസ് വന്നു. അടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇതെന്താ, ഡോറാന്ന് പറഞ്ഞു. ഡോറിന് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ എന്തായി, ഡോർ ഫുള്ളായിട്ട് തുറന്നു പോകും, തുറപ്പില്ലേ? ഈ ഫോഴ്സ് നമ്മൾ പറയുന്നത് ഒരു നമ്മുടെ പോയിന്റ് ഓഫ് കൺസിഡറേഷൻ എ ആണ്. ആ ഫോഴ്സിന് എവേ വരുന്ന ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് മൊമെന്റ്. ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് എന്താണ്, അതിനെ പറയുന്ന പേരാണ് മൊമെന്റ്. എന്തുകൊണ്ടാണ് മൊമെന്റ് എന്ന് പറയാൻ കാരണം, ഇത് ഫോഴ്സ് തന്നെയാണ്, ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഹിഞ്ച് ജോയിന്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ എവേ വരുന്ന ഫോഴ്സ് കൊണ്ട് ഹിഞ്ച് ജോയിന്റ് എന്തെങ്കിലും വരുമെന്നാണ് നോക്കിയത്. എവേ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഹിഞ്ച് ജോയിന്റ് എന്തെങ്കിലും വരുമെന്ന് നോക്കി, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോഴ്സിനെ സിംപ്ലി ഫോഴ്സ് ആയിട്ട് പറയില്ല, അതിനെപ്പോഴും മൊമെന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളൂ. സോ മൂന്നാമത്തെ ഹിഞ്ച് ജോയിന്റിന് ഹൊറിസോണ്ടൽ ഫോഴ്സിന് റിയാക്ട് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ ഫോഴ്സിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും. ബട്ട് ഒരു മൊമെന്റ് അപ്ലൈ ചെയ്താലേ അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഹിഞ്ച് ജോയിന്റിന് മൊമെന്റിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇനി നെക്സ്റ്റ് സപ്പോർട്ടാണ് ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ വാൾ ആണെന്ന് വിചാരിച്ചു. വെർട്ടിക്കൽ വാളിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബീം. ഓക്കെ, ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്തു, ബീമിന് മൂവ്മെന്റ് ഉണ്ടാവും? ഇല്ല. വെർട്ടിക്കൽ ഡൗൺവേർഡ് അപ്ലൈ ചെയ്തു, വെർട്ടിക്കൽ അപ്വേർഡ് അപ്ലൈ ചെയ്തു, ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്തു, ഫിക്സ് ചെയ്ത് വെച്ചേക്കാം, ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. ഇനി ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കി, അപ്പോഴും മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന് എന്തൊക്കെ റിയാക്ഷൻ വരും? വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഓഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മൊമെന്റിന്റെ റിയാക്ഷൻ ഓഫർ ചെയ്യാനുള്ള, മൊമെന്റിന് വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഫിക്സഡ് ബീം ആണെങ്കിൽ. നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, റോളർ സപ്പോർട്ടഡ് ബീം, ഹിഞ്ച്ഡ് ബീം, ഫിക്സഡ് ബീം, ടൈപ്സ് ഓഫ് ബീംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതണം. സിംപ്ലി സപ്പോർട്ടഡ് ബീം, റോളർ സപ്പോർട്ടഡ് ബീം, ഹിഞ്ച്ഡ് ബീം ആൻഡ് ഫിക്സഡ് ബീം കൊണ്ട് ഡിഫറൻസ് ഇതായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സപ്പോർട്ടായിട്ട് നമുക്ക് വരുന്നത്. 4 ഡിഫറെന്റ് ബീംസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോ സിംപ്ലി സപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ഓഫർ ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻ, റോളർ സപ്പോർട്ട് ആണെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഓൺലി, ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആൻഡ് മൊമെന്റ് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബീംസ്. നമ്മൾ ടൈപ്സ് സപ്പോർട്ട് പഠിച്ചു. ഇനി ടൈപ്സ് ഓഫ് ബീംസ്.
പല ടൈപ്പ് ബീമുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ കാന്റിലിവർ ബീം. ഇപ്പൊ കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ കണ്ട പോലത്തെ ഫിക്സഡ് ബീം, അതായത് ഒരു ബീമിന്റെ ഒരു എൻഡ് ഫ്രീ ആണ്, മറ്റേ എൻഡ് ഫിക്സഡ് ആണ്. ഓക്കെ, ഒരു ബീമിന്റെ ഒരു എൻഡ് ഫ്രീയും അനദർ എൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള ബീമിന് നമ്മൾ പറയുന്ന പേരാണ് കാന്റിലിവർ ബീം. ഒരുപാട് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാന്റിലിവർ ബീം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്സ് പഠിക്കും, അത് കഴിഞ്ഞ് മെക്കാനിക്സ് സോളിഡ്സ് പഠിക്കുമ്പോൾ അതിലും ഇതേപോലെ കാന്റിലിവർ ബീം ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. സോ വാട്ട്സ് എ കാന്റിലിവർ ബീം? കാന്റിലിവർ ബീം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നെയിം ബോർഡ് തൂക്കിടാൻ വെക്കുന്ന ബീം കാന്റിലിവർ ബീം ആണ്. അതിന്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, ഒരു എൻഡ് ഹാങ്ങിങ് ആണ്, അതായത് ഫ്രീ ആണ്. അതിനെ പറയുന്ന പേരാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബീമാണ് സിംപ്ലി സപ്പോർട്ട്. നമ്മൾ പറഞ്ഞതാണ് സിംപ്ലി സപ്പോർട്ട് ബീം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞതാണ്. സിംപ്ലി സപ്പോർട്ട് ബീം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഒരു ബീമിന്റെ രണ്ടെൻഡും ഒരു വെർട്ടിക്കൽ സപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടിന്റെ മേലെ വെച്ച പോലത്തെ ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ബീം വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് റോളർ. നമ്മൾ ടൈപ്സ് ഓഫ് സപ്പോർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ബീമും പറയാൻ എളുപ്പമാണ്. വൺ എൻഡ് ഹിഞ്ച്ഡ് എങ്ങനെ വരയ്ക്കാം? ഒരു എൻഡ് ഹിഞ്ച് ജോയിന്റ് എപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ വിത്ത് സർക്കിൾ ഓൺ ദ ടോപ്പ് ആണ്. എന്നിട്ട് അവിടെ ബീം സ്റ്റാർട്ട് ചെയ്യും. അതർ എൻഡ് റോളർ എങ്ങനെ വരയ്ക്കുക? റോളർ ആണെങ്കിൽ ട്രയാങ്കിൾ വിത്ത് സർക്കിൾ ഓൺ ദ ബോട്ടം. ഇതാണ് നമ്മുടെ റോളറിന്റെ റെപ്രസെന്റേഷൻ. ഇപ്പോ ഹിഞ്ചിലാണെങ്കിൽ ട്രയാങ്കിൾ വിത്ത് സർക്കിൾ ഓൺ ദ ടോപ്പ് ആണ് ഹിഞ്ചിന്റെ റെപ്രസെന്റേഷൻ. ട്രയാങ്കിൾ വിത്ത് റോളേഴ്സ് ഓൺ ദ ബോട്ടം ആണ് റോളറിന്റെ റെപ്രസെന്റേഷൻ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബീം. ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, നമ്മൾ ഇതുവരെ പറയാത്തൊരു ബീമാണ് ഓവർ ഹാങ്ങിങ് ബീം. അതായത് നമ്മളിപ്പോ സിംപ്ലി സപ്പോർട്ട് ബീം എന്ന് പറഞ്ഞു. സിംപ്ലി സപ്പോർട്ട് ബീം ഒക്കെ ഞാൻ വരയ്ക്കാണ്. എന്റെ അവിടെ ഒരു മതിലുണ്ട്, അല്ലെങ്കിൽ ഒരു വാളുണ്ട്, വെർട്ടിക്കൽ വാളുണ്ട്. ഇവിടെ ഒരു വെർട്ടിക്കൽ വാളുണ്ട്. ഓക്കെ, ഞാൻ ബീം വെച്ചപ്പോ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഇതൊരു സിംപ്ലി സപ്പോർട്ടർ ബീം ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ സിംപ്ലി സപ്പോർട്ട് ബീം. ബട്ട് അതിന്റെ കുറച്ച് പോർഷൻ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് ഓവർ ഹാങ്. ഈ പുറത്തേക്ക് പോർഷനെ പറയുന്ന പേരാണ് ഓവർ ഹാങ് എന്ന് പറയുന്നത്. പുറത്തേക്ക് തള്ളി ഓവർ ഹാങ്ങിങ്, പുറത്തേക്ക് തള്ളി ഓവർ ഹാങ്. ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ബീമിനെ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ആൻ ഓവർ ഹാങ്ങിങ് ബീം. അപ്പൊ അത് സിംഗിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്, ഡബിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ബീം ഉണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് സാധാരണ ഓവർ ഹാങ്ങിങ് ബീം വരാറ്. അപ്പൊ സിംഗിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ആണെങ്കിൽ രണ്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു സപ്പോർട്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സപ്പോർട്ടിന്റെ അവിടേക്ക് ഓവർ ഹാങ്ങിങ് നിൽക്കുന്ന മോഡൽ ബീം ആയിരിക്കും. ഇത് ഡബിൾ സൈഡ് ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, രണ്ട് ടൈപ്പ് ഓവർ ഹാങ്ങിങ്. ഓവർ ഹാങ്ങിങ് അഗൈൻ പേരിന് നമുക്ക് എഴുതാൻ പറ്റും. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡൽ ഒരു ബീമാണ് ഓവർ ഹാങ്ങിങ് ബീം. പിന്നെ നെക്സ്റ്റ് ബീം ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ്. ഓക്കെ, ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് വന്നാൽ അഗൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഹിഞ്ച് എങ്ങനെ വരയ്ക്കാം? ഹിഞ്ച് വന്നാൽ ട്രയാങ്കിൾ സർക്കിൾ ഓൺ ദ ടോപ്പ് ആണ് ഹിഞ്ച് ജോയിന്റ്. അഗൈൻ ട്രയാങ്കിൾ സർക്കിൾ ഓൺ ദ ടോപ്പ് ആണ് ഹിഞ്ച് ജോയിന്റ്. വേണമെങ്കിൽ അടിയിൽ നമുക്ക് ഫിക്സ് എന്ന് വേണമെങ്കിൽ കാണിക്കുന്ന ഒരു ലൈൻസ് വെച്ച് കൊടുക്കാൻ മാത്രം. ഓക്കെ, ഈ പ്രോപ്പ് കാന്റിലിവർ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അത് നിൽക്കട്ടെ. നമുക്ക് ഇത്രയും ബീംസ് ഒക്കെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ നമുക്ക് റിയാക്ഷൻസ് ഒന്ന് വരച്ചു നോക്കാം. ഈ ബീമിന്റെ ഒക്കെ റിയാക്ഷൻസ് എങ്ങനെ വരാമെന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ ബീംസിന് നമുക്ക് റിയാക്ഷൻസ് വരച്ചു നോക്കാം. ആദ്യം നമുക്ക് ഏതാ പറഞ്ഞത്? കാന്റിലിവർ ബീം. കാന്റിലിവർ ബീമിന്റെ റിയാക്ഷൻസ് വരിക. കാന്റിലിവർ ബീമിന് എന്തൊക്കെ റിയാക്ഷൻസ് വരും? നിങ്ങളെല്ലാവരും ഇതേപോലെ ഫിഗർ നിങ്ങൾ നോക്കി വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കാന്റിലിവർ ബീമിന് എന്തൊക്കെ റിയാക്ഷൻസ് നിങ്ങൾ ആലോചിച്ചിട്ട് വരയ്ക്കും. കാന്റിലിവർ ബീം വെർട്ടിക്കൽ ലോഡിനോ റെസിസ്റ്റ് ചെയ്യും? യെസ്, വെർട്ടിക്കൽ ലോഡ് റെസിസ്റ്റ് ചെയ്യും. ഹൊറിസോണ്ടൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യും? യെസ്, ഹൊറിസോണ്ടൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യും. മൊമെന്റ് അപ്ലൈ ചെയ്താൽ ഇതിനെ പിടിച്ച് വളയ്ക്കാതിരിക്കാന്നെങ്കിലോ അതിന് സമ്മതിക്കില്ല. ഇറ്റ് വിൽ ഓഫർ റെസിസ്റ്റൻസ് ടു മൊമെന്റ് ഓൾസോ. മൊമെന്റിനെയും അത് റെസിസ്റ്റ് ചെയ്യും. മൂന്ന് ടൈപ്പ് റിയാക്ഷൻസ് ആണ് നമുക്ക് കാന്റിലിവർ ബീമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്ന് ടൈപ്പ് റിയാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് മൊമെന്റ് റിയാക്ഷൻ. രണ്ടാമത്തെ ബീം സിംപ്ലി സപ്പോർട്ടർ ബീം.
എന്തൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് വരിക? നമ്മൾ ഡൗൺവേർഡ് ലോഡ് അപ്ലൈ ചെയ്തു, അത് റെസിസ്റ്റ് ചെയ്യും. അപ്വേർഡ് ലോഡ് അപ്ലൈ ചെയ്താലോ റെസിസ്റ്റ് ചെയ്യില്ല. ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്താലോ റെസിസ്റ്റ് ചെയ്യില്ല. റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിയാലോ അത് റെസിസ്റ്റ് ചെയ്യില്ല. So it will offer only vertical reaction and that too vertically upward reaction. Vertically upward reaction മാത്രമാണ് നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ബീമാണ് വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അതർ എൻഡ് റോഡ്. ഓക്കെ, നമ്മൾ ഹിഞ്ചിന്റെ വരയ്ക്കാം. ആദ്യം ഹിഞ്ചിൽ എന്താ റിയാക്ഷൻ ഓഫർ ചെയ്യുക? ഹിഞ്ചിൽ നമ്മൾ ഒരു വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്തു, റിയാക്ഷൻ ഓഫർ ചെയ്യും. യെസ്, റിയാക്ഷൻ ഓഫർ ചെയ്യും. ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്തു, റിയാക്ഷൻ ഓഫർ ചെയ്യും. ഇത് പിടിച്ചും കൊടുത്തല്ല, മൂവ് ചെയ്യില്ല, കാരണം ഹിഞ്ചിഡ് ആണ്, ഹിഞ്ചിൽ മൂവ് ചെയ്യില്ല. ഓക്കെ, രണ്ട് ടൈപ്പ് റിയാക്ഷൻസ്. റോളറോ, റോളർ ആണെങ്കിൽ വെർട്ടിക്കൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ഷൻ ഓഫർ ചെയ്യും. ഹൊറിസോണ്ടൽ അപ്ലൈ ചെയ്താലോ റിയാക്ഷൻ ഓഫർ ചെയ്യില്ല. റോളർ വിൽ ഓഫർ ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻ. ഹിഞ്ചിലാണെങ്കിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഓഫർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സിംപ്ലി സപ്പോർട്ടർ അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് എക്സ്റ്റൻഷൻ ആയിട്ട് വരും. അപ്പോൾ ഓവർ ഹാങ്ങിങ്ങിന്റെ ഇവിടെ വരുന്ന ജോയിന്റ് എന്ത് ടൈപ്പ് ജോയിന്റ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് വരിക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടർ ആണ്. വേണമെങ്കിൽ എനിക്കൊരു ഹിഞ്ച് ജോയിന്റ് ഓവർ ഹാങ് ആയിട്ട് വരയ്ക്കാം. എനിക്ക് വേണമെങ്കിൽ ഒരു ഹിഞ്ച് ജോയിന്റ് ഓവർ ഹാങ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ എന്ത് ടൈപ്പ് ജോയിന്റ് ആണോ വരുന്നത് അതിനനുസരിച്ച് റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ഞാൻ സിംപ്ലി സപ്പോർട്ടർ വരച്ചുകൊണ്ട് ഐ വിൽ പ്രൊവൈഡിങ് എ വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി ബോത്ത് ആൻഡ് ഹിഞ്ചിൽ. ഹിഞ്ചിൽ നമുക്കറിയാം, ഹിഞ്ചിന് എങ്ങനെയാണ്? ഹിഞ്ചിന് വെർട്ടിക്കൽ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ ഉണ്ടായിരിക്കും. നമ്മുടെ റിയാക്ഷൻസ് ഇത്രയൊക്കെ നമുക്ക് റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് നോട് പഠിക്കാനുണ്ട്. ഒന്ന് ടോപ്ഡ് കാന്റിലിവർ എന്ന് പറയുന്നത്. കാന്റിലിവർ ബീമിന്റെ തന്നെ എൻഡ് ഫ്രീ ആന്ന് പറഞ്ഞല്ലോ. കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ വൺ എൻഡ് ഫിക്സ്ഡ്, വൺ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ആ കാന്റിലിവർ ബീമിന്റെ തന്നെ എൻഡിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് ടോപ്ഡ് കാന്റിലിവർ. നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല, ബട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ബീം ചോദിക്കുമ്പോൾ എഴുതി തരും. ടൈപ്സ് ഓഫ് ബീം ചോദിച്ചാൽ നമുക്ക് എഴുതി തരും. ടോപ്ഡ് കാന്റിലിവർ ബീം ആണ് നമുക്ക് എഴുതി തരും. ഓക്കെ, ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് നോർമലി നമുക്കൊരു ബീമിന് വരുന്നത് രണ്ട് സപ്പോർട്ടർ നോർമലി ബീം തരും. ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാന്റിലിവർ ബീം, ബാക്കി എല്ലാത്തിനും നമ്മൾ രണ്ട് സപ്പോർട്ടും സാധാരണ എക്സ്പ്രസ് ചെയ്യാനെങ്കിൽ വരയ്ക്കാറ്. രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് വരുന്ന ബീമിനെ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് ബീം. അപ്പൊ ഒരു ബീമിന് കുറെ സപ്പോർട്ട് കൊടുത്തേക്കണം. ആദ്യത്തെ സപ്പോർട്ടാണ് ഇത് ഹിഞ്ച് സപ്പോർട്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ പറയും ഹിഞ്ചിനാവുമ്പോ ട്രയാങ്കിൾ വിത്ത് സർക്കിൾ വേണ്ടേന്ന്. ഓക്കെ, ചില ബുക്കുകളിൽ നോക്കുമ്പോൾ സർക്കിൾ ഒന്നെങ്കിൽ കാണാണ്ടാവും. അതുകൊണ്ട് സിംപ്ലി ട്രയാങ്കിൾ ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അത് ഹിഞ്ചഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സിംപ്ലി ട്രയാങ്കിൾ വരച്ചാൽ നമുക്കത് കണ്ടീഷൻ ട്രയാങ്കിളിന്റെ ബോട്ടത്തിൽ സർക്കിൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതിന് എനിക്ക് ഹിഞ്ചഡ് എഴുതാം, ഹിഞ്ചഡ്. ഓക്കെ, ഇനി ട്രയാങ്കിൾ വിത്ത് സർക്കിൾ ഓൺ ദ ബോട്ടം, റോളർ. റോളറിന് എന്ത് റിയാക്ഷനാ? വെർട്ടിക്കൽ റിയാക്ഷൻ ഓൺലി. അഗൈൻ ട്രയാങ്കിൾ വിത്ത് സർക്കിൾ ഓൺ ദ ബോട്ടം, റോളർ, വെർട്ടിക്കൽ റിയാക്ഷൻ ഓൺലി. Again triangle with circle on the bottom, roller, vertical reaction only. ഇതോ ഫിക്സ്ഡ് ബീം, എല്ലാ റിയാക്ഷനും ഉണ്ട്. ഹൊറിസോണ്ടലും വെർട്ടിക്കലും മൊമെന്റും എല്ലാ റിയാക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് സപ്പോർട്ടും ടൈപ്സ് ഓഫ് ബീമുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടൈപ്സ് ഓഫ് സപ്പോർട്ടും അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ബീമും. ഓക്കെ, നമുക്ക് എല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ടൈപ്സ് ഓഫ് സപ്പോർട്ട് നമുക്ക് ആദ്യം വരുന്നത് സിംപ്ലി സപ്പോർട്ടർ ആണ്. സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ മുകളിൽ സ്കെയിൽ പ്ലേസ് ചെയ്ത ദാറ്റ്സ് കോൾഡ് സ്കെയിൽ സിംപ്ലി സപ്പോർട്ടർ ഓവർ ബൈ ദ ബുക്ക്. ആ സ്കെയിലിന്റെ രണ്ട് ബുക്ക് സിംപ്ലി സപ്പോർട്ടർ ആണ്. അപ്പൊ സിംപ്ലി സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ആ സ്കെയിലിന്റെ ടോപ്പിൽ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബുക്ക് റെസിസ്റ്റ് ചെയ്തോളും. ബട്ട് സ്കെയിലിൽ നമ്മൾ സൈഡിൽ നിന്ന് പുഷ് ചെയ്താൽ സ്കെയിലിൽ നിന്നും താഴെ മേലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സ്കെയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലി സപ്പോർട്ടർ ബീം വിൽ ഓഫർ ഓൺലി വെർട്ടിക്കലി വെർട്ടിക്കൽ റിയാക്ഷൻ വിത്ത് സർഫസ്. ഏത് സർഫസിലാണോ അത് റെസ്റ്റ് ചെയ്യുന്നത്, ആ റെസ്റ്റ് ചെയ്യുന്ന സർഫസിന് വെർട്ടിക്കൽ ആയിട്ട് റിയാക്ഷൻ മാത്രമേ സിംപ്ലി സപ്പോർട്ടർ ബീം ഓഫർ ചെയ്യുള്ളൂ. രണ്ടാമത്തെ ബീമാണ് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ സിംപ്ലി സപ്പോർട്ടർ പോലെ തന്നെ അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. ബട്ട് റോളർ സപ്പോർട്ട്, സിംപ്ലി സപ്പോർട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാകും. ഒരു രണ്ട് ബുക്കിന്റെ മേലെ സ്കെയിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പുഷ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ നമ്മളെ ഓപ്പോസ് ചെയ്യില്ലേ എന്ന്.
ഓക്കെ. ആ ചെയിനിൽ നിന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റോഡ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഫ്രീ ആയിട്ട് പോസിബിൾ ആവണം. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഫ്രീ ആയിട്ട് പോസിബിൾ ആവണം. അങ്ങനെയുള്ള കണ്ടീഷൻ ആവശ്യമുള്ള സ്ഥലത്തുകളിലാണ് നമ്മൾ ഈ റോളർ സപ്പോർട്ട് യൂസ് ചെയ്യാറ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ again നമുക്ക് ഒരു ബീം ഉണ്ട്. ഒരു ബീമിന്റെ ഒരു എൻഡ് നമ്മൾ ഹിഞ്ചിന് സപ്പോർട്ട് കൊടുത്തു, അതർ എൻഡ് നമ്മൾ റോളർ സപ്പോർട്ട് കൊടുത്തു. അതായത് ഈ ബീം എന്ന് പറയുന്നത് ഡൽഹിയിലെ ഒരു ബീമാണ് വെച്ചു. ഡൽഹി എന്ന് പറഞ്ഞാല് നോർമലി അവിടുത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് ഭയങ്കര ഇതാണ്. ഇപ്പോ സമ്മറിലൊക്കെ അവിടുത്തെ ടെമ്പറേച്ചർ 50°C വരെ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിന്ററിൽ അവിടുത്തെ ടെമ്പറേച്ചർ -10 വരെയൊക്കെ ഡിക്രീസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ, 60°C ആണ് ടോട്ടൽ ടെമ്പറേച്ചർ വേരിയേഷൻ. ഒരു ബീം അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ ബീം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ ബീമിന് എക്സ്പാൻഷനും കോൺട്രാക്ഷൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നോർമലി കൺസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ക്ലിയറൻസ് വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുക്കുക. അത്ര ക്ലിയറൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ബീമിന് എക്സ്പാൻഷനും കോൺട്രാക്ഷൻ വരുമ്പോൾ ആ എക്സ്പാൻഷനെയും കോൺട്രാക്ഷനെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എൻഡിൽ നമ്മൾ റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തിനാണ് നമ്മൾ റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ആൻസർ. അപ്പോൾ എക്സ്പാൻഷൻ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിംപ്ലി സപ്പോർട്ടർ മാറ്റിയിട്ട് റോളർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഹിഞ്ച് സപ്പോർട്ട്. ഹിഞ്ച് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡോർ ആണ്. വെർട്ടിക്കൽ നിൽക്കുന്ന ഡോറിൽ ആ ഡോറിന് അനുസരിച്ചിരിക്കണം പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് റോളർ സപ്പോർട്ട്. അപ്പൊ നമ്മൾ ജോയിന്റിലും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലോഡിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ബട്ട് അതിന് റൊട്ടേഷൻ കൊടുത്താലും ഫ്രീ ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് റോളർ സപ്പോർട്ട്. ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊരു വെർട്ടിക്കൽ വാളിൽ കോൾ ഉണ്ടാക്കിയിട്ട് ഒരു മെറ്റൽ റോഡ് അതിന് ഇൻസേർട്ട് ചെയ്തിട്ട് കോൺക്രീറ്റ് വെച്ചിട്ട് ഫിറ്റ് ചെയ്തു. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് നമുക്ക് ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ നോക്കി മൂവ് ചെയ്യുന്നില്ല, വെർട്ടിക്കൽ ലോഡ് അപ്ലൈ നോക്കി മൂവ് ചെയ്യുന്നില്ല, അതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കി അതും മൂവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ഓഫർ ബോത്ത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഈ മൂന്നിനെയും അതിനെ സൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോൾഡ് എ ഫിക്സഡ് സപ്പോർട്ട്. സോ ഫിക്സഡ് സപ്പോർട്ട് വിൽ ഓഫർ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് മൊമെന്റ് റിയാക്ഷൻ. 3 ടൈപ്പ് റിയാക്ഷനും അത് ഓഫർ ചെയ്യും. ഓക്കെ, ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ബീം ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ബീംസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ആദ്യം വരുന്ന ബീമാണ് കാന്റിലിവർ ബീം. കാന്റിലിവർ ബീം എന്ന് നമ്മൾ പറഞ്ഞ ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ. അങ്ങനെ ബീമിനെ പറയുന്നതാണ് കാന്റിലിവർ ബീം. ഓക്കെ, കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഫിക്സഡ് ആയിട്ട് അനദർ എൻഡ് ഫ്രീ ആയിട്ടുള്ള ബീമാണ് കാന്റിലിവർ ബീം. അപ്പൊ അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡുകൾ പല ടൈപ്പ് ലോഡുകളുണ്ട്. കാന്റിലിവർ ബീമിൽ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും, വെർട്ടിക്കൽ റിയാക്ഷൻ വരും, മൊമെന്റ് റിയാക്ഷൻ. 3 ടൈപ്പ് റിയാക്ഷൻസും അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ബീമാണ് സിംപ്ലി സപ്പോർട്ടർ ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടർ ബീമിനെ എങ്ങനെ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചു. സ്കീമാറ്റിക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടർ ബീമിൽ നമുക്ക് വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് അത് മാത്രം ബീം ഈസ് സിംപ്ലി സപ്പോർട്ടർ ബീമിന് പോയിന്റ് എ എൻ ബി എന്ന് പറയുമ്പോൾ ബീം വരയ്ക്കുക, എയിലും ബിയിലും 2 റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. ആ റിയാക്ഷൻ ഡയറക്ഷൻ അപ്വേർഡ് ആയിരിക്കണം എന്നാണ് സിംപ്ലി സപ്പോർട്ടർ ബീമിനെ നമ്മൾ സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എൻഡ് ഹിഞ്ച്ഡ് ആൻഡ് അനദർ എൻഡ് ഫ്രീ. അപ്പോൾ ഹിഞ്ച്ഡാണെങ്കിൽ ഒരു എൻഡിൽ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും വരും. റോളർ അനദർ എൻഡ് റോളർ ആണെങ്കിൽ അവിടെ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ വരും. ഇത് ഫ്രീ ആയിട്ട് ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് മൂവ്മെന്റ് അതിന് പോസിബിൾ ആണ്. 2 സൈഡിലേക്കും ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ ആണ്. ഹിഞ്ച്ഡാണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബോത്ത് എൻഡ്. നെക്സ്റ്റ് വരുന്നതാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ ഹിഞ്ചഡ് ബീമിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം പഠിക്കാറ്. അതായത് ഇതിന്റെ ഒരു എൻഡ് നോർമലി പ്രീവിയസ് കേസിലെല്ലാം ഹിഞ്ചഡ് ബീം ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ ആ ബീം നമ്മുടെ സപ്പോർട്ടിൽ എൻഡ് ചെയ്യാണ്. ബട്ട് ചില ബീമുകൾ സപ്പോർട്ടിൽ നിന്നും പുറത്തേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ആ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്ന ബീമിന് പോർഷൻ നമ്മൾ പറയുന്ന പേര് ഓവർ ഹാങ് പോർഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ബീമിന് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയും. ഇത് സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം ഒരു സൈഡിലേക്ക് മാത്രം ഓവർ ഹാങ്ങിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡില് ഇവിടെ എൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്രയാങ്കിൾ വിത്ത് ബോട്ടം സപ്പോർട്ട് ആണ്. അപ്പൊ നമ്മൾ എന്താ ഹിഞ്ച് ജോയിന്റ് ആണ്. ട്രയാങ്കിൾ വിത്ത് ബോട്ടം സപ്പോർട്ട് ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റ് എന്തൊക്കെ റിയാക്ഷൻസ് വരും? വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും വരും. ഇത് ട്രയാങ്കിൾ വിത്ത് റോളർ ഓൺ ദ ബോട്ടം, റോളർ സപ്പോർട്ട് ആണ്. അപ്പോൾ വെർട്ടിക്കൽ റിയാക്ഷനും ആണ്. ഇത് ലോഡുകളാണ്. ലോഡുകൾ
കുറച്ച് ടൈപ്പ് ലോഡുകൾ നമുക്ക് പഠിക്കാണ്ട് ശ്രദ്ധിക്കട്ടെ. സെക്കൻഡ് കേസിൽ രണ്ട് സൈഡിലേക്കും പ്രൊജക്ഷൻസ് സോ ഇറ്റ്സ് കോൾഡ് എ ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം. രണ്ട് സൈഡിലേക്കും പ്രൊജക്ഷൻ ഉള്ളത് ഇറ്റ്സ് കോൾഡ് എ ഡബിൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് വരുന്ന ബീമാണ് ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ബീം. അതായത് ഒരു ബീമിന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പോസിബിൾ അല്ല, വെർട്ടിക്കൽ മൂവ്മെന്റും പോസിബിൾ അല്ല. ഓക്കെ, വേണമെങ്കിൽ ബെൻഡ് ആവാം, വേണമെങ്കിൽ അപ്പോഴും വേണമെങ്കിൽ ഇങ്ങനെ ബെൻഡ് ആവാം എന്നൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ബെൻഡ് ആവാം. മൂവ്മെന്റ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇത് മാത്രമാണ് നമുക്ക് ഹിഞ്ച്ഡ് ബീമിൽ പോസിബിൾ ആയിട്ടുള്ളത്. എന്താ ലാസ്റ്റ് വൺ അല്ല, സെക്കൻഡ് ലാസ്റ്റ് വൺ കാൻഡിലിവർ ബീം വിത്ത് സപ്പോർട്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോസ്ഡ് കാൻഡിലിവർ ബീം. ഇത് ഒരിക്കലും നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് നമുക്ക് തിയറി എഴുതുമ്പോൾ ടൈപ്സ് ഓഫ് ബീം എഴുതുമ്പോൾ എന്തായാലും എഴുതുന്നത് വരും ക്രോസ്ഡ് കാൻഡിലിവർ ബീം. നോർമൽ കാൻഡിലിവർ ബീമിന്റെ എൻഡിൽ ഒരു ഫ്രീ എൻഡ് ആണ്, ആ ഫ്രീ എൻഡിൽ സപ്പോർട്ട് കൊടുത്തതിനെയാണ് നമ്മൾ ക്രോസ്ഡ് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ബീം. ഇതുവരെ വരച്ച ബീമുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഒന്നെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ രണ്ട് സപ്പോർട്ട്. ഓക്കെ, അത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇഫ് യു ആർ പ്രൊവൈഡിംഗ് മോർ ദാൻ 2 സപ്പോർട്ട് then it is called an continuous beam. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ സപ്പോർട്ടുള്ള ബീമിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബീം. ഓക്കെ, അപ്പൊ അതിൽ സപ്പോർട്ട് 1 2 3 4 രണ്ടിൽ കൂടുതൽ വന്നാൽ we can call it as a continuous beam. അപ്പൊ ചിലപ്പോൾ അത് സിംപ്ലി സപ്പോർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഓവർ ഹാങ് ആയിരിക്കും, ചിലപ്പോൾ അത് ഹിഞ്ച്ഡ് ആയിരിക്കും. പല ടൈപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ തന്നെ ഒരു എൻഡില് ഇതില് ഫിക്സഡ് ആണ്, റോളർ ആണ്, ഹിഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പല ടൈപ്പ് സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കണ്ടിന്യൂസ്ലി. എന്ത് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ രണ്ടിൽ കൂടുതൽ സപ്പോർട്ട് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കണ്ടിന്യൂസ് ബീം എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് ബീമിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇത്രയും കാര്യം നമുക്ക് തിയറിയാണ് പഠിച്ചത്. ഇനി പ്രോബ്ലത്തിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തീരില്ല. കാരണം ഓരോന്നിനും കുറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞ് വർക്ക് ചെയ്യാനുള്ള ഇതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഐഡിയസ് വീണ്ടും ആവശ്യം വരും ടൈപ്സ് ഓഫ് ലോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ടൈപ്സ് ഓഫ് ലോഡിംഗ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ.